ഇന്ന് ആനിക്കാട് ശ്രീ ശങ്കരനാരായണമൂർത്തി ക്ഷേത്രത്തിൽ ദേശവിളക്കാണ് കേട്ടോ. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡിയാവുകയാണ്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ അമ്പലത്തിലേക്ക് ഒരുമിച്ച് പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ദേശവിളക്കാണ്, അതിന് പോകാനായിട്ടാണ് റെഡിയാവുന്നത്. ഈ സെറ്റും മുണ്ടും ശരിക്കും എനിക്ക് ഏതോ ഒരു ബ്രൈഡ് തന്നാണ്. ആരാണ് തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒത്തിരി ആൾക്കാർ തരുന്നത് കൊണ്ട് ആരാ തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ ഏതോ ഒരു ബ്രൈഡ് തന്നാണ്. ഞാനിങ്ങനെ ഇന്ന് ഏത് സെറ്റും മുണ്ടാ ഉടുക്കുക അല്ലെങ്കിൽ സെറ്റ് സാരിയാണ് ഉടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കണ്ണൻ്റെ അമ്മയാണ് പറഞ്ഞത്, ഇത് ഉടുക്കുക, ഇത് നന്നായിട്ടുണ്ട്, പച്ച ബ്ലൗസ് ഇട്ടിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സോ എനിക്ക് ഏത് ഡ്രസ്സിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം സെറ്റ് മുണ്ടാണ് കേട്ടോ. സെറ്റ് മുണ്ട്, സെറ്റ് സാരി. കൂടുതൽ എനിക്ക് സെറ്റ് മുണ്ടാണ് ഇഷ്ടം. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്കിട്ട് നടക്കാനായാലും ഉടുക്കാനായാലും ഏറ്റവും എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ഡ്രേപ്പ് ചെയ്തുകൊണ്ട് പോവാം. ഇത് ഞാനിപ്പോൾ നേരത്തെ പ്ലേറ്റ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഈസിയായി. ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പിന്നെ കുത്താറുള്ളത്. കൈ ബാക്കിൽ കൂടി എടുത്തിട്ട് നൈസായിട്ട് കുത്തും. ഇപ്പോൾ കണ്ണനുള്ള സമയത്താണെങ്കിൽ ഞാൻ കണ്ണനോട് പറയും, ഒന്ന് കുത്തിത്തരുമെന്ന് പറയും. ആദ്യം ഒന്ന് ഇതാക്കെങ്കിലും പിന്നെ കുത്തിത്തരും. പിന്നെ ഞാൻ ഇന്നിട്ടേക്കുന്ന ഗോപിമാല എൻ്റെ കല്യാണത്തിൻ്റെ മാലയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ മാലകളൊന്നും ഇടാറേ ഇല്ല. ഇന്നാണ് ഇട്ടത്. ഇടയ്ക്ക് എപ്പോഴോ ആ വിരുന്നിന് പോയ സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്കങ്ങനെ ഒത്തിരി ഇങ്ങനെ ആഭരണങ്ങളോ അല്ലെങ്കിൽ മാല വളകളൊക്കെ ഇങ്ങനെ ഒത്തിരി ഇടുന്നത് എനിക്കിഷ്ടമല്ല. സിമ്പിളായിട്ട് വന്നപ്പോൾ തന്നെ വിളക്ക് കത്തിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുമല്ല, നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനായിട്ടൊരു മുത്തുക്കുട വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് നടക്കിൽ വെച്ചു. ഞങ്ങളുടെ വഴിപാടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നു വിളക്കുകളൊക്കെ കത്തിച്ചു. അവിടെ ഞാനും കണ്ണനും ഒക്കെ കത്തിച്ചു. ഒരുപാട് പേരുണ്ടായിരുന്നു കത്തിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി. നമ്മൾ ആദ്യമായിട്ട് അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു വിശേഷ ദിവസം തന്നെ ആദ്യമായിട്ട് വരാൻ പറ്റിയാലും അതുപോലെ തന്നെ ആ ദേശവിളക്കിൽ പങ്കെടുക്കാൻ പറ്റിയാലും വിളക്ക് കത്തിക്കാൻ പറ്റിയാലൊക്കെ ഒരുപാട് സന്തോഷമാണ്. അതുപോലെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ദേശവിളക്കിനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്.